രാജിനെ വിളിച്ചോ കേട്ടോ, ഓർക്കൊക്കെ പൈസ കൊടുത്തിട്ടാ, എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചാളെ വിളിക്കാം, നിങ്ങളും ഓർമ്മയുള്ള നിങ്ങളും പറയും. രാജീവിനെ വിളിച്ചോ, പൈസ കൊടുക്കാല്ലേ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് കൊടുത്താ നമ്മക്ക് കുറച്ചൊക്കെ കിട്ടണ്ടേ, എത്രയൊക്കെ നമ്മള് മുടക്കി. അവിടെ വിളിച്ചോക്ക്. ഹലോ, ആ ലീലടുത്തിയാണല്ലോ വിളിക്കുന്നത്. ആ അതെ അതെ രാജിയെ. ആ എന്താ ലീലടുത്തിയെ നിങ്ങളുടെ പോലെ വിളിക്കുന്നത്? പിന്നെ എന്റെ മോന്റെ കുറ്റൂശാമോ രാജിയെ? ആ അതെ. ആ അത് ജനുവരി 22-നാണ്. ആ എന്തൊക്കെയാ? പാല് കാച്ചല്, രാവിലെ പുലർച്ചെ പാല് കാച്ചല്, പിന്നെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ. അങ്ങനെ നിങ്ങളെല്ലാരും പാടെ ഇങ്ങോട്ട് വരണം, അതിനാണ് ഇപ്പൊ ഞാൻ വിളിച്ചത്. ആ ലീലടുത്തിയെ, ആ നമ്മള് എല്ലാരും പാടെ വരാം. ആ കുട്ടികളെയും കൂട്ടണം, മോനെയും കൂട്ടി എല്ലാരും പാടെ ഇങ്ങ് വരികയുണ്ട്. ഇപ്പൊ ഒത്തിരി കഷ്ടപ്പാടൊക്കെയാണ് ലീലടുത്തിയെ. കെട്ടിയതിന് പണിയില്ല, അങ്ങനെ ഒരു ചുറ്റലിലാണ് ഞങ്ങള്. എന്തിനും ഞങ്ങള് വരാം കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട്. ആ എല്ലാരും പാടെ ഇങ്ങ് പോരി, നമുക്ക് സന്തോഷല്ലേ. പിന്നെ എന്ത് ലീലടുത്തി, നിങ്ങൾക്ക് സുഖാണോ? ഓ സുഖം തന്നെ, സുഖം. കുട്ടിയേട്ടൻ എവിടെ പോയി? കുട്ടിയാടൻ ഇവിടെ ഉണ്ട്. കുട്ടിയാടന് ഞാനും പാടെ എല്ലാം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാണ്. കുട്ടികളൊക്കെ എവിടെ? നിങ്ങളെ വേദന ഒക്കെ മാറിയ ലീലടുത്തിയെ? ഓ കുട്ടികളൊക്കെ പുറത്തു പോയതാവും മോളെ. ഓ സുഖണ്ട്, നല്ല സുഖണ്ട് ഇപ്പം. ഉണ്ടോ? മരുന്ന് കഴിക്കുന്നുണ്ടോ? ഓ തരക്കേടൊന്നും ഇല്ല അപ്പൊ. കഞ്ഞി കുടിച്ചിനോ? ഓ കഞ്ഞിയൊക്കെ കുടിച്ചു. വൈകുന്നേരം ചായം കുടിച്ചപ്പോ കുട്ടി ഇങ്ങനെ വിളിക്കാവോ. എല്ലാരും വിളിക്കണ്ടേ, നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കണ്ടേ അമ്മ. കുട്ടികളൊക്കെ വരലുണ്ടോ ലീലടുത്തിയെ? ഓ മക്കളൊക്കെ വരുന്നുണ്ട്, മക്കളൊക്കെ നല്ലോണം പോലെ. എന്നാ ശരി ലീലടുത്തിയെ, നമ്മള് വരാട്ടോ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, സന്തോഷായി. ലീലടുത്തിയാ വിളിച്ചേ? ലീലടുത്തിയാണ് ഏടത്തിയെ വിളിച്ചത്. എന്തോ പരിപാടിയൊക്കെ നടത്തുന്നുണ്ടാവില്ലേ? ആ നമുക്കൊരു 250 രൂപ പണ്ട് തന്നീനി, അതായിരിക്കും ഏടത്തിയെ ഓല് വിളിച്ചിരിക്കുന്നത്. ഓലല്ല അങ്ങനെയാണ്, ഓല് കിട്ടാനുള്ളതൊക്കെ വിളിച്ചത്. നമ്മളിപ്പോ പണ്ടത്തെ 250 ഇപ്പൊ കൊടുത്താൽ ഓരുടെ അടുത്ത് ഇപ്പൊ 1000 രൂപ 1500 രൂപ നമ്മളെന്തെങ്കിലും കൊടുക്കട്ടെ. അതോ ലീലടുത്തി ലോകം എന്താ പിശിക്കാട്ടോ. ഒരു ഭക്ഷണം നേരം വേണം കഴിയും. നമ്മളൊക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോയാലേ നമുക്ക് എന്തെങ്കിലും വയറ് വിശക്കാതിരിക്കുള്ളൂ. നമ്മള് കുട്ടികളൊന്നും കൊണ്ടുപോകണേ അടുത്ത് ഓലെല്ലാം പണ്ട് പോലെ അങ്ങനെയാണെന്ന് അങ്ങനത്തെ ഒരാൾക്കാരാ കൊടുക്കാനാ കിട്ടാൻ വേണ്ടിട്ട്. ഓൾക്ക് കിട്ടിയത് കൊടുത്ത് അതിന് ബാക്കി കിട്ടാൻ വേണ്ടിട്ട് അവരിപ്പോ നമ്മളാദ്യം 250 രൂപ നമുക്ക് തന്നുപോയില്ലേ, അതിനായിരിക്കട്ടെ. അല്ല ഇപ്പൊ നമ്മളെയൊക്കെ തേടി പിടിച്ച് നമ്മളിപ്പോ എത്ര ദൂരത്താ കിടക്കുന്നല്ലേ. ഇപ്പൊ പഴയതുമാതിരി ഒന്നല്ല, ഓൾക്കിപ്പോ നല്ല പോലെ ഉണ്ട് ഓരോ സാധനങ്ങള്. എന്നിട്ട് ഇപ്പൊ ഓൾക്കിപ്പോ സ്വത്ത് മൂലം കൂടിയാലേ ഓലെല്ലാം ഈ ബിസ്കുട്ടാർ തന്നെയാ കാണിക്കല്. എന്തേ തന്നിട്ട് എന്നോട് എന്താ പറഞ്ഞ മുട്ടുവേദന, കാലുവേദന എടുത്തി. അത് വന്നിട്ട് കാര്യമില്ല, ഇങ്ങനെ പൈസ ഉള്ളത് അങ്ങനെയാണ്. ഓല ഉണ്ടാക്കാൻ തന്നെ നോക്കും. മുമ്പളമാരി ഒന്നല്ല, കിട്ടുന്ന ആൾക്ക് ആളെ കൊടുക്കണം, ആടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞ് ഓല് കൊടുക്കാല്ലേ. ഇപ്പൊ എന്താക്കാനാ നമ്മള് പോണോ? എന്തായാലും നമ്മള് 250 നമ്മളൊരു 1000 കൊണ്ട് പോണം. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്ത് നമുക്ക് ഇമ്പക്ക് ആ കവറിന്റെ പുറത്ത് പേരും എഴുതണ്ട. ഓല് തന്ന 250 തന്നെ നമുക്ക് കൊടുത്താൽ മതിയെന്നേ. അത് പേരും എഴുതാ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ മതിയെന്നേ. കണ്ടുപിടിക്കോ? ഓലിത് കാണാനപ്പൊ നമ്മള് ചെന്നെന്നറിഞ്ഞാല് ഇപ്പൊ നമ്മളെ പോലെ തന്നെ പലരും അങ്ങനെ ചെയ്യൂ. എഴുതണ്ട. പേരെഴുതണ്ടേ, പേര് വീടിന്റെ പേരൊന്നും വേണ്ട. ഓല് അതെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. നമ്മൾ ചെന്നല്ലോ, നമ്മൾ ചെന്നിട്ട് നമ്മക്ക് മൂട്ട വെട്ടി വീണിട്ട് വരാം. അതാ പറഞ്ഞല്ലേ. ആയിക്കോട്ടെ, തലേന്നേ ഭക്ഷണം ഒന്നും കഴിക്കണ്ട. മക്കളെയൊക്കെ വെറുതെ കെട്ടി പോകാം. പിന്നെ ഏട്ടനൊക്കെ പണിക്ക് പോയില്ല, അപ്പൊ അവർക്കൂടെ നമുക്ക് പാർസൽ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. ലീലാട്ടിന് അത് നമുക്ക് എന്താ പണ്ടിൽ കൊണ്ട് ലീലാട്ടി കണ്ടാ കിട്ടിയല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴാണ് ചെന്നിട്ട് ഓടി പെട്ടെന്ന് നിന്ന് വരാൻ നിൽക്കരുത്. എന്തെങ്കിലും സഹായിച്ചിട്ട് ഇവിടെ എല്ലാം ചെയ്യുന്നവരെന്ന് അറിഞ്ഞോട്ടെ. അങ്ങനെയൊക്കെ ചെയ്യാം. തലേന്നൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി മുട്ടി നിന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. പിറ്റേ നമുക്ക് ഒരുങ്ങി മക്കളൊക്കെ കൂട്ടി പോയിട്ട് വൈകുന്നേരത്തുള്ള ഭക്ഷണമൊക്കെ ആക്കി എടുത്ത് ആയിരിക്കില്ല നല്ലത്. നമുക്കന്ന് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാല്ലേ, നമുക്ക് എന്തായാലും പോവാം. അപ്പൊ 250 കൊടുത്താൽ മതി. അല്ലെ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ 1000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് 250 നമ്മൾ കൊടുക്കുന്നു. 750 നമുക്ക് സാധനങ്ങളും അതൊക്കെ അടിച്ചു കൊടുച്ചപ്പോൾ പുറത്തൊക്കെ പോയി ബീച്ചിലൊക്കെ പോയി വരാല്ലേ അടുത്തന്ന്. നമ്മൾ രണ്ടാളും തന്നെ അറിഞ്ഞാൽ മതി. ആരോട് പറയാൻ നിൽക്കണം. നിങ്ങളോട് മാത്രമേ ഞാൻ പറയുള്ളൂ. നമ്മൾ വേറെ ആരോടും പറയാം. നമുക്ക് കുറച്ച് മേക്കപ്പ് സാധനമൊക്കെ മേടിക്കണം. നമുക്ക് തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതെ, നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് പറയാം. ശരി, അതുപോലെ ചെയ്യാം. ഈ ഫോണിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടല്ലോ. എന്താ ഒരു പറഞ്ഞത് കേക്കട്ടെ? ഓര് പറഞ്ഞൊക്കെ ഞാൻ കേട്ട് കുത്തിരിക്കാ. പറഞ്ഞു തരാം എന്താ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഓരോന്ന് വിളിക്കേണ്ടതുണ്ട്. ഓരോ അമ്മാതിരി വർത്താനാ കുത്തിയിരുന്ന് പറഞ്ഞ് രണ്ടാളും പാടെ കുത്തിയിരുന്ന് പറയുന്ന കേൾക്കണം. ഓളെ ഇത് പോണോ ഇതുവരെ ഫോൺ കൊട്ടാക്കിയിട്ടില്ല. ഓരിങ്ങനെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിരുന്നു. മുഴുവൻ കഥയും കേട്ടിരുന്നു. ഇതിൽ ഉണ്ട്, ഞാനതൊന്നും
ഓഫാക്കിയിട്ട് ഓളെ ഒന്ന് ഉപയോഗിക്കട്ടെ, ഓളോട് 2 വർത്താനം പറഞ്ഞിട്ട്. നമ്മള് പൈസക്കാരാണെന്ന് പറഞ്ഞോ? ഓ പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആടത്ത് പണിക്കാരുണ്ട് എന്ന്. ആ അതൊക്കെ പറഞ്ഞു, ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം. കട്ടാക്കി വെക്കട്ടെ. ഒരുപാട് ഹലോ നീലെടുത്ത് വീണ്ടും വിളിക്കുന്നല്ലോ, എടുത്തു നോക്കാം അല്ലേ? എന്താ ചോദിച്ചത്? എന്താ നീലെടുത്തിയേ? രാജിയെ നീലെടുത്തിയേ എന്താക്കാണ് ഈ നേരം വരെ ഫോൺ കട്ടാക്കിയില്ല. ഈ എന്തൊക്കെ അവിടെ ഇരുന്ന് പൊലമ്പെന്ന്? എന്താണ് എന്തല്ല വർത്താനാ പറഞ്ഞു? ഞാനതൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങള് പൈസയും തരണ്ട, ഒന്നും തരണ്ട. നിങ്ങളെല്ലാരും പാടെ ഇങ്ങ് വന്നത് സന്തോഷാക്കി ഇത് പൊറ്റുസം ഗംഭീരാക്കി തരണം. നിങ്ങളെല്ലാരും പാടെ അതിനല്ലേ ഞാൻ ക്ഷണിച്ച്. നിങ്ങളെല്ലാവരും കുട്ടികളെയും കൂട്ടി തലേന്നോ 2 ദിവസം മുമ്പേ ഇങ്ങ് പോന്നു. ഭക്ഷണമൊക്കെ വെക്കാനും വിളമ്പാനും എല്ലാം കൂടി നമ്മളൊരു സന്തോഷമായി പിരിയണ്ടല്ലേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ മക്കളെ? ഞാനതൊക്കെ കേട്ടാണ്. നിങ്ങൾ ഫോണ് സ്വിച്ച് ഓഫ് ആക്കാണ്ടല്ലേ ഇത് ഇങ്ങനെ പറഞ്ഞു. ഞാനിതിങ്ങനെ കേട്ട് കുത്തിരിക്കുകയായിരുന്നു. എന്തായാലും അത് ഓഫാക്കിയിട്ട് വേണ്ട നിങ്ങളതൊക്കെ ഇമാതിരിയുള്ള പോലമ്പാൻ. ഏതായാലും നിങ്ങളെല്ലാവരും പാടെ നിങ്ങളൊരു വലിയ മക്കളും തലേന്ന് ഭക്ഷണവും എല്ലാം വെച്ച് വിളമ്പി വേണമെങ്കിൽ 2 ദിവസത്തേക്കുള്ളൊക്കെ കെട്ടി മാറാപ്പാക്കി പള്ള നിറച്ച് തിന്ന് എല്ലാവരും പാടെ സന്തോഷത്തോടെ പോയിക്കോളി. നമ്മളെന്തിട്ടും പണിയാ ചെയ്തത്. ഫോൺ ഓഫാക്കി എടുത്തിയേ മൊത്തം നീലെടുത്ത് കേട്ടാണ്. അല്ലെങ്കിൽ തന്നെ ഒരു കാര്യത്തിൽ ഒരു വിവരമില്ല, ഒരു കാര്യമില്ല. ആര് ഫോൺ വിളിച്ചാലും അതൊന്നും ഓഫാക്കിട്ട് വേണ്ട ഈ ബാക്കി പറയാൻ. എന്റെ അടുത്തേ നമ്മളിനി എങ്ങനെ ഇറങ്ങി നടക്കും? അവരവിടെ മുഴുവൻ കറുത്തൂലെടുത്തിയേ. ഓല് മുഖത്ത് നോക്കാൻ നാക്കണം. അവരെല്ലാം എന്തൊക്കെയോ എന്റെ ഭർത്തനെ പറഞ്ഞു. നമ്മൾ എന്തൊക്കെ പറഞ്ഞെടുത്തി അത് മുഴുവൻ നീലെടുത്ത് കേട്ടുകിട. ഭർത്തനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കും നേരത്തെ തന്നെ. നമ്മൾ എന്താക്കി എടുത്തി അത് പറ. എന്താക്കാനാ? ഓൽപ്പം എല്ലാം അറിഞ്ഞില്ലേ? എല്ലാം അറിഞ്ഞു. അല്ലേ നമ്മളൊരു കാര്യം ചെയ്യാം. എല്ലാരും പോയി ആടെ നമ്മളെല്ലാ കാര്യം സഹകരിച്ചിട്ട് ലീലെടുത്തിനോട് നമുക്ക് പറയാം. വരങ്ങനെ നമുക്ക് പറയാം. നമ്മളങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്. നമ്മള് വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞവരോട് എന്താ നമുക്ക് പറഞ്ഞു നോക്കാം. മോശമല്ലേ വിചാരിക്കും? മോശമല്ലെന്നോ പിന്നെ മോശമല്ലേ വിചാരിക്കുക? പറയുമോ? അത് കുട്ടികളുടെ ചേട്ടത്തിയും പിള്ളേരും ഒക്കെ ഇല്ലാടോ. ഓലൊക്കെ എന്താ വിചാരിക്കുക? എല്ലാരും കേട്ടു. വിരാട്ടിനിപ്പം കല്യാണത്തിൽ വരുന്ന എല്ലാവരോടും പാട്ട് പാടും. ഓൾക്കൊക്കെ നമ്മളെ എന്തൊരു കാര്യമായിരുന്നു. നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് ഓടിപ്പാ. ഞാനേ ഫോൺ കട്ടായി എന്ന് വിചാരിച്ചു, പക്ഷെ ഫോൺ കട്ടായിട്ടില്ലായിരുന്നു. എന്താ ചെയ്യാ? എന്താ ചെയ്യും നമ്മളിനി? മുഖത്തില്ല അങ്ങനെ നോക്കാൻ. നമുക്ക് ഫോണ്ടാന്ന് വെക്കണോ? അത് പറ്റൂല. പോയില്ലേ വിഷയാലേ? ഓലിട്ട് ബോധിക്കാൻ പറ്റൂല. എൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഫോൺ തന്നാൽ മതിയായിരുന്നു. നിങ്ങളാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുമായിരുന്നു. എന്ത് പറഞ്ഞാലും ഒരാൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോഴെ തന്നെ കട്ടാക്കണ്ടേ? ഈ ബോധമില്ലാത്ത ഓരോ പണി കാണിക്കുന്നേ. നിങ്ങളെ തന്നാൽ മതിയായിരുന്നു എടുത്തി. എന്നാൽ ഇതൊന്നും വരികയല്ലായിരുന്നു. എന്താക്കും? എനിക്കൊന്നും ആക്കാനില്ല. നമ്മൾ നേരത്തെ പോവുക. ആടെ എല്ലാ ആൾക്കാർ കൂടുന്നതിന് മുമ്പ് പോയി ഓരോന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് ഓരോ സഹകരിച്ചിട്ട്. അല്ലെങ്കിൽ ഇപ്പം എന്ത്? നമ്മളിപ്പോൾ 250 രൂപ നമുക്ക് തന്നു, അതല്ലേ നമ്മൾ പറഞ്ഞോളൂ. അതിന് വിഷയമാക്കണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഈ എത്ര വർഷമായ കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. 250 രൂപ എന്നൊക്കെ കേട്ടാ എന്താ വിചാരിക്കുന്നത്? ഇപ്പം നമ്മൾ കൊടുക്കുന്ന 250 രൂപ ഇല്ലാട്ടാ. അപ്പോൾ ഓൾക്കിപ്പോൾ എന്തോരം പൈസയൊക്കെ ആയി പോയിരിക്കുന്നതിൻ്റെ വിചാരം. ഓൾക്ക് പഴയ ആളൊന്നുമല്ല. പറ്റിപ്പോയില്ലേ? അല്ല നമ്മൾ ലീലാടത്തിനെ ഒന്നും കൂടെ വിളിച്ച് മാപ്പ് പറയണം. എന്താ വെച്ചാൽ പറഞ്ഞു. ഞാൻ വിളിക്കില്ല. എനിക്കെന്തോ മടിയാവുക. എന്താ വിചാരിക്കുക? വിളിക്കാൻ നിൽക്കണ്ട. നമുക്ക് നേരിട്ട് ചെന്ന് പറയാം. അവർക്ക് പറ്റിപ്പോയതാണ്, ഞങ്ങൾ വെറുതെ പറഞ്ഞാണ്, നമ്മുടെ വയലിൽ നിന്ന് വന്നു പോയതാണ്, സാരില്ലാന്ന് പറയാം. ഓരൊക്കെ പറഞ്ഞാൽ കേട്ടോളൂ. ഒരു പാവല്ലേ, അമ്മമാരല്ലേ, നമ്മൾ ക്ഷമിച്ചോളൂ. എന്തായാലും നമ്മൾ പോകാൻ തീരുമാനിച്ച നമ്മൾ പോവുക. നമുക്ക് അങ്ങനെ സമാധാനിക്കാം അല്ലേ? അതെ. ഓല് ഫോൺ വെച്ചിട്ട് പോയോ? എന്താ ഫോണ് കൊണ്ടാതിരുന്നേ? എനിക്ക് ഫോൺ എടുക്കാൻ മറന്നുപോയോ? ഓലെന്തായാലും ഇവിടെ ഇല്ല. വീടടുത്തിന് എന്നെ വിളിച്ചു വേണ്ട. ആ വല്ലേ ഓലെന്താ വിചാരിക്കുക? ഹലോ. ലീലടുത്തിയാ? ലീലടുത്തേ
നിങ്ങളോടൊരു കാര്യം പറയാൻ വിളിച്ചാണ്. എന്താണ് കാര്യം? ഓൾ ഇവിടെ ഇല്ല, രാജു ഇവിടെ ഇല്ല. ഓൾ ഇല്ലാത്ത സമയത്ത് ഞാൻ വിളിച്ചേട്ടോ. നിങ്ങൾ ഓൾ അവിടെ വന്നാലും ഞാൻ വിളിച്ചത് നിങ്ങൾ പറയണ്ട കേട്ടോ. ലീലാർത്തിയെ നേരത്തെ ഒരു അബദ്ധം പറ്റി പോയതാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ എന്തായാലും ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. ഞങ്ങൾക്ക് ഓക്ക് നല്ല വിഷമായി, എനിക്ക് നല്ല വിഷമായി. ഞങ്ങളോടൊന്ന് ക്ഷമ ചോദിക്കാനായിട്ട് ഞാൻ വിളിച്ചതാ. സോറി എടുത്ത് അറിയാണ്ട് ഓക്ക് അങ്ങനെ ഒരു വിവരക്കേട് പറ്റിപ്പോയതാണ്. ഓളത് ഫോൺ ഓഫാക്കി അടുത്തിന്റെ മനസ്സിലൊന്നും വെച്ചേക്കില്ല കേട്ടോ. നിങ്ങൾ കുട്ടിയേട്ടനോടൊക്കെ പറഞ്ഞോണ്ട് ഞങ്ങൾ ഓളുടെ ഒരു അബദ്ധം പറ്റി പോയതാ. അവൾ അങ്ങനെ ആയി പോയതാ. ഒന്ന് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഓക്ക് നല്ല വിഷമായി, അവൾക്ക് നല്ല വിഷമായി, ഞങ്ങൾക്ക് നല്ല വിഷമായി കേട്ടോ. എന്നാലും നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങൾക്ക് പറ്റിയൊരു അവസ്ഥയാണ്. നമ്മൾ ആരെ ആയാലും ഇങ്ങനെയൊന്നും പറയരുതെന്ന് നമുക്ക്. ഓ ആയിക്കോട്ടെ. ഓ ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഓക്ക് അങ്ങനെ പറ്റിപ്പോയതാ. എന്നാ ആയിക്കോട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഒന്നും തോന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവിടെ വന്നോളാം കേട്ടോ. ഓക്കെ ലീലാർത്തി, എന്നാൽ എല്ലാവരോടും അന്വേഷണം പറയട്ടോ. ആ ഓക്കെ ശരി, ആയിക്കോട്ടെ.